ഓം നമഃശിവായ. നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ജൂലൈ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ദിവസം പരിവർത്തന രാജയോഗം കൊണ്ട് കുറെ നാളുകാർ ജീവിതത്തിൽ കുതിച്ചു വരുന്ന ദിവസമാണ്. വളരെ നാളുകളായിട്ട് അവർ ബന്ധനത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ വെള്ളിയാഴ്ച ദിവസം അവർ കുതിച്ചു വരാൻ പോവുകയാണ്. അത് എല്ലാ കാര്യത്തിലും കുതിച്ചു വരാൻ പറ്റിയില്ലെങ്കിലും ചില പ്രത്യേക കാര്യങ്ങളിൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ചിലർക്ക് തൊഴിൽപരമായിട്ടാകാം, ചിലർക്ക് ധനപരമായിട്ടാകാം, ചിലർക്ക് ദാമ്പത്യ ജീവിതം കൊണ്ടാകാം, ചിലർക്ക് മക്കളുടെ കാര്യം കൊണ്ടാകാം, ചിലർ അവരൊക്കെ പ്രവർത്തിക്കുന്ന മേഖല കൊണ്ടാകാം. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. ചന്ദ്രൻ ചിങ്ങൻ രാശിയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ സൂര്യൻ കർക്കിടകൻ രാശിയിലേക്ക് വരുന്നു. ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ ഈ പരിവർത്തന രാജയോഗം നല്ല സ്ട്രോങ് ആയിട്ട് വന്നിരുന്നൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് എപ്രകാരമുള്ള ഒരു നേട്ടമായിരിക്കും, ഒരു കുതിച്ചു ചാട്ടമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതം കൊണ്ടുള്ള ഒരു കുതിച്ചു ചാട്ടമാണ് അവർക്കുണ്ടാകുന്നത്. ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കുടുംബസ്വത്ത് മുഖേനോ ഏത് പ്രകാരങ്ങളിലെങ്കിലും ധനം വന്നു ചേർന്ന് അവർ ജീവിതത്തിൽ വളരെ നാളുകളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്തെടുക്കുവാൻ അനുകൂലമായ ഒരു ദിവസമായി വരുന്നു. അതാണ് മേടക്കുറുകാർക്ക് പ്രത്യേകിച്ച് ലഭിക്കുക. അപ്പോൾ മേടക്കുറുകാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ചിലരുടെ ജീവിതത്തിലൊക്കെ കുടുംബം തന്നെ എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടായെന്ന് വരാം. എങ്കിലും അതിനും വലിയൊരു സന്തോഷം അവർക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ രോഗം, കടം, ശത്രുതയാൽ ഭാരപ്പെട്ട് കഴിഞ്ഞിരുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്ന ഒരു ദിവസമാണ്. രോഗം, കടം, ശത്രുത എന്നിവയാൽ ഭാരപ്പെട്ട് കഴിഞ്ഞിരുന്നവർക്ക് അതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്ന ഒരു ദിവസമാണ്. അത് തന്നെ ഒരു കുതിച്ചുചാട്ടമാണ്, ഒരു ബന്ധനമാണ് രോഗം, അല്ലെ? രോഗം, കടം, ശത്രുത ഒരു ബന്ധനമാണ്. അപ്പോൾ അതിൽ നിന്നൊരു കുതിച്ചുചാട്ടം ഇവർക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. തൊഴിൽപരമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമാണെന്നും വിചാരിക്കുക. ഇനി മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകീരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ഒക്കെ അവർക്ക് തുണയായി വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു നേട്ടം അവർക്കുണ്ടാകുന്ന ഒരു ദിവസമാണ്. പലരും കുടുംബത്തിന്റെ കാര്യങ്ങൾ ഒരു ഉത്തരവാദിത്തോടു കൂടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ചെയ്യാതെ പലരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിനുള്ള സാഹചര്യം ഒക്കുന്നില്ല. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം അതിനുള്ള സാഹചര്യം ഒക്കും. അവർക്ക് കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവർ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച ദിവസം അവർക്ക് എടുക്കാൻ സാധിക്കും. അതിന് അവരുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ അവർക്ക് പിന്തുണയായിട്ട് വന്നിരുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം കൊണ്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലെ പോരായ്മ കൊണ്ട് ചില പ്രശ്നങ്ങൾ ചിലരിലൊക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഇനിയും കർക്കിടക്കുറാണ്. കർക്കിടക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ കുടുംബം, ധനം, വ്യക്തിപരമായ ജീവിത വിജയം എന്നിവ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. പല കാരണങ്ങളാൽ ജീവിതത്തിൽ തകർച്ച നേരിട്ടുകൊണ്ടിരുന്ന വ്യക്തികൾക്കൊക്കെ ഒരു മോചനം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അത് കുടുംബം കൊണ്ടാകാം, ധനം കൊണ്ടാകാം. അവർ ഒന്ന് രക്ഷപ്പെടുന്ന ഒരു ദിവസമാണ്. പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു ദിവസമാണ്. കർക്കിടക്കുറുകാരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടം, സ്ത്രീകൾ മുഖേന ധനപരമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കർക്കിടക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്പം പോരായ്മകളൊക്കെ ഉണ്ടായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ആരോഗ്യമുള്ള ഒരു ദിവസമാണ്. സൗന്ദര്യമുള്ള ഒരു ദിവസമാണ്. എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുവാൻ കഴിയുന്നൊരു ദിവസമാണ്. നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നൊരു ദിവസമാണ്.
അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ തീർച്ചയായിട്ടും ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ വളരെയധികം ഉണ്ടാകുന്ന ഒരു ദിവസവുമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടായാലും വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ചിലർക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി വീട് വിട്ട് ഒന്ന് മാറിപ്പോകാനൊക്കെ ഇടയുണ്ട്, അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത്ര മെച്ചപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകണമെന്നില്ല. കുടുംബം തന്നെ എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. വലിയ നേട്ടങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ട ഒരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും സ്ത്രീകളുമായിട്ടൊക്കെ സഹകരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസമോ പ്രശ്നമോ അവർ മുഖേന ധനനഷ്ടമോ മാനഹാനിയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അത് കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ ബാധിക്കും. അതും ജീവിതത്തിൽ ഒരു തകർച്ചയ്ക്ക് കാരണമായി തീരും. ശ്രദ്ധിക്കേണ്ട ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. എന്നാൽ ചിലരെയൊക്കെ ഭാഗ്യം തുണയ്ക്കുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിത വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. സ്ത്രീകൾ മുഖേനയുള്ള ലാഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയമാണ്. അതിലൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമാണ്. രോഗം, കടം, ശത്രുതയാൽ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാലൊക്കെ ഭാരപ്പെട്ട് കഴിയുന്നവർക്കൊക്കെ അവിടെ അവർക്കും ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും തുലാക്കൂറുകാർക്ക് വന്നില്ല എങ്കിൽ പോലും സ്ത്രീകൾ മുഖേന ഒരു പരിധിവരെയൊക്കെ സഹായവും നേട്ടവും ലഭിക്കുന്ന ഒരു ദിവസമാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ട് കഴിയുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ചെറിയൊരു ആശ്വാസം ഈ വെള്ളിയാഴ്ച ദിവസം ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. തൊഴിൽപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ദാമ്പത്യ ജീവിതം, ധനം, അതുപോലെ തന്നെ കുടുംബം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇവർക്ക് തൃപ്തികരമായ അനുഭവങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം തൊഴിൽപരമായിട്ട് ഇവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. തൊഴിൽപരമായിട്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. തൊഴിൽപരമായിട്ട് രാജ്യയോഗ തുല്യമായ അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ചിലപ്പോൾ വലിയ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതിനോടൊപ്പം തന്നെ ചെറിയ നഷ്ടസാധ്യതകളും ചിലപ്പോൾ ഉണ്ടാകാനിടയുണ്ട്. അത് ശ്രദ്ധിക്കണം. തൊഴിൽപരമായ രാജ്യയോഗമാണ്. ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിൽ നല്ല ലാഭം കിട്ടിയെന്നിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് വർദ്ധിച്ചെന്നിരിക്കും. പക്ഷെ അതിനോടനുബന്ധിച്ച് ആ ബിസിനസ് വർദ്ധിക്കാനോ അല്ലെങ്കിൽ ബിസിനസ് വർദ്ധിച്ചപ്പോൾ ചിലപ്പോൾ അബദ്ധവശാലോ ചില നഷ്ടസാധ്യതകൾ വന്നു ചേരാനിടയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിതം കൊണ്ടും തൊഴിൽ കൊണ്ടും നല്ല അനുഭവങ്ങൾ വൃശ്ചികക്കൂറുകാർക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ്. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും കാണാം. 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. ചൊവ്വ 7-ാം ഭാവത്തിൽ നിന്നാൽ ചൊവ്വ ദോഷമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ശുക്രൻ ബലവാനാണെങ്കിലും അല്ലെങ്കിൽ ശുക്രൻ നല്ലത് ചെയ്താലും ചെറിയൊരു അഭിപ്രായ വ്യത്യാസമോ പിണക്കത്തിനോ ഒക്കെ ഇടവരാനിടയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണെന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇനിയിപ്പോൾ മാറ്റമൊക്കെ വരും, വിഷമിക്കേണ്ട. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾ മുഖേന ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഭാര്യയ്ക്കോ ഭർത്താവിനോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിൽ നിന്നൊരു മാറ്റമൊക്കെ ഇനിയിപ്പോൾ ഉണ്ടാകും, വിഷമിക്കേണ്ട. അതൊക്കെ തൽക്കാലത്തിന് ഒന്ന് മാറി നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് മോശം സമയമാണ് ഇപ്പോൾ നേരിടുന്നത്. അതിനിടയ്ക്കൊക്കെ നല്ല നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരും. ഈ വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരും. ലാഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകാം. അതൊരു നേട്ടം തന്നെയാണ്. രോഗം, കടം, ശത്രുതയാൽ ഭാരപ്പെടുന്നവർക്ക് അതിന്മേൽ ഒരു ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. എന്നാലും കണ്ടകശനിയൊക്കെ ധനുക്കൂറുകാരുടെ കൂടെ ഉണ്ട്. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കും. ധനത്തിന്റെ അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ ഉണ്ടാകും. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ വെള്ളിയാഴ്ച ദിവസം. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാട, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം കച്ചവടക്കാർ, വ്യാപാരികളായിട്ടുള്ളവർക്കൊക്കെ അനുകൂലമായ ദിവസമാണ്. എങ്കിലും സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളൊക്കെ
ജീവിതത്തെ തകർത്ത് കളയാൻ സാഹചര്യമുണ്ട്. എങ്കിലും ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ആപത്തോ അനർത്ഥങ്ങളോ രോഗമോ ദുഃഖമോ ശത്രുതയോ പ്രശ്നങ്ങളോ ഒന്നും വന്നില്ല എങ്കിൽ പോലും സ്ത്രീകൾ മുഖേന എന്തെങ്കിലും കാര്യത്തിൽ ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഭാഗ്യാനുഭവങ്ങളൊന്നും തുണയ്ക്കുന്ന ഒരു ദിവസമല്ല. ധനത്തിന് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. എങ്കിലും ഒരു ചെറിയൊരു ആശ്വാസം ഉള്ള ഒരു ദിവസമാണ് എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂർപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പുരുട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം ദാമ്പത്യ ജീവിതം കൊണ്ട് ശോഭനമായ സുന്ദരമായ ഒരു ദിവസം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈ വെള്ളിയാഴ്ച ദിവസം ഭാര്യാഭർത്തൃ ബന്ധം കൊണ്ട് ഒരു നല്ല ഊഷ്മളമായ ഒരു ബന്ധം അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു ദിവസമാണ്. ജീവിതത്തിൽ അകന്നു നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അടുത്തു വരുവാനും ഒന്ന് ചേരുവാനും ആ പഴയ പ്രയാസങ്ങളും പണക്കങ്ങളും എല്ലാം മറക്കുവാനും പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കാനും ഒക്കെ അനുകൂലമായ ദിവസമാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം. ആ സ്ത്രീകൾ മുഖേനുള്ള ഭാഗ്യമായ ഒരു അനുഭവമായിരിക്കും എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. കുടുംബം തന്നെ എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇച്ചിരി മോശമായ സ്ഥിതി ഉണ്ടാകാം. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അല്പം മോശമായ അനുഭവങ്ങൾ അനുഭവിച്ചിരിക്കുന്നവർക്കൊക്കെ ഇപ്പൊ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുവാനും പോകുന്ന ഒരു സമയമാണ് പോകുന്ന ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ചിലർക്കൊക്കെ തൊഴിൽപരമായിട്ടുള്ള അല്പം പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ധനച്ചെലവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അത്ര നല്ല ഒരു ദിവസമാണെന്ന് പറയാൻ പറ്റത്തില്ല. അനാവശ്യമായിട്ടുള്ള ധനച്ചെലവുകളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. സ്ത്രീകൾ മുഖേനുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തെ അലട്ടുവാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. സുഹൃത്തുക്കൾ, സഹോദരങ്ങളൊക്കെ സഹകരിക്കുമ്പോൾ അത് ശരിക്കും ചിന്തിച്ചൊക്കെ അവരുമായിട്ട് സഹകരിക്കുക. ചിലപ്പോൾ അവർ മുഖേനുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ധനനഷ്ടം, ധനത്തിന്റെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ, മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ, പ്രയാസങ്ങൾ, സ്വസ്ഥതക്കുറവ്, നല്ല അനുഭവങ്ങളൊന്നും ഒരിക്കലും പൂർണ്ണമായിട്ടും തീർത്ത് പറയാൻ പറ്റുന്ന ഒരു ദിവസമല്ല മീനക്കൂറുകാരോട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഞാൻ ഇവിടെ പറയുന്നത് വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളാണ്. വെള്ളിയാഴ്ച ദിവസത്തെ മലയാള തീയതി 1201 ആണ്ട് കർക്കടക മാസം 1-ാം തീയതിയാണ്. രാമായണ മാസം ആരംഭിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി തൃതീയ തിഥിയാണ്. തൃതീയ തിഥി വെള്ളിയാഴ്ച രാവിലെ 6:29 വരെ ഉണ്ടായിരിക്കുള്ളൂ. അതിനുശേഷം ചതുർത്ഥി തിഥിയാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം മകൻ നക്ഷത്രമാണ്. മകൻ നക്ഷത്രം വെള്ളിയാഴ്ച വൈകുന്നേരം 6:36 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ 1201 ആണ്ട് കർക്കടക മാസം കൊണ്ട് അവസാനിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1201 ആണ്ട് കർക്കടക മാസം കൊണ്ട് അവസാനിക്കുന്നു. പിന്നീടുള്ള ചിങ്ങമാസം എന്ന് പറയുന്നത് 1202 ആണ്ട് ആണ് എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം തൃക്കേട്ട, മൂലം, അത്തം, ചോതി, അശ്വതി, ഭരണി, പുണർദം, മകേരം, മകം, ആയില്യം എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർ, മകരക്കുറിൽപ്പെട്ട ഉത്രാട മുക്കാൽ, തിരുവോണാവട്ടൻ 2 പാദം നാളുകാർ, മീനക്കുറിൽപ്പെട്ട പോരുട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. അതുപോലെ തന്നെ പൂയം, തിരുവാതിര, രോഹിണി എന്നീ നാളുകാരും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഈ വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:08 മുതൽ 7:38 വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യാവുന്ന ശുഭസമയമാണ് എന്ന് ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ രാവിലെ 9:08 മുതൽ 10:38 വരെയുള്ള സമയം ശുഭസമയമാണെന്ന് ജ്യോതിഷം പറയുന്നു. വീണ്ടും ഉച്ചയ്ക്ക് 11:36 മുതൽ ഉച്ച കഴിഞ്ഞ് 1:38 വരെയുള്ള സമയവും ശുഭസമയമാണെന്ന് ജ്യോതിഷം പറയുന്നു. വീണ്ടും ഉച്ച കഴിഞ്ഞ് 3:08 മുതൽ 5:08 വരെയുള്ള സമയവും ശുഭസമയമാണെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഈ ശുഭസമയം നോക്കി നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സമയം ചെയ്തെടുക്കുക. ജ്യോതിഷം പറയുന്നു തീർച്ചയായിട്ടും അതിൽ നിന്നും നല്ല അനുഭവം നിങ്ങൾക്കുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 17 ഒറ്റ സംഖ്യയാക്കുമ്പോൾ 8 വരും. ഏതൊരു മാസത്തെയും 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു വരുവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ മഞ്ഞ, കടുനീല, കടും പച്ച, കറുപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ പരിഹാരമായിട്ട് ധരിക്കുക. തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് സംഖ്യാ ജ്യോതിഷം അവകാശപ്പെടുന്നു. ഈ വെള്ളിയാഴ്ച ദിവസം
പുണർദം, അശ്വതി, മകം, വിശാഖം, തിരുവോണം, ആയില്യം, രോഹിണി, അത്തം, മൂലം, പൂരുട്ടാതി എന്നീ നാളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ അനുകൂലമായ ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു. ധനസംബന്ധമായിട്ടുള്ള കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണ്. ഈ നക്ഷത്ര ദിവസങ്ങളിൽ നിങ്ങൾ ധനസംബന്ധമായിട്ടുള്ള കൊടുത്തുവാങ്ങൽ നടത്തിയാൽ അത് മുഖേന നിങ്ങളുടെ ജീവിതം തകരില്ല എന്ന് ജ്യോതിഷം ഉറപ്പു പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക. മഹാദേവനെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ ഓം നമഃ ശിവായ എന്നുള്ളൊരു കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. മഹാദേവന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. മഹാദേവൻ നിങ്ങളുടെ ശക്തിയാണ്, നിങ്ങളുടെ ബലമാണ്, നിങ്ങളുടെ സമ്പത്താണ്, നിങ്ങളുടെ എല്ലാമാണ് മഹാദേവൻ. ആ മഹാദേവനിൽ ആശ്രയിക്കുമ്പോൾ, മഹാദേവനിൽ വിശ്വസിക്കുന്നവർ ഓം നമഃ ശിവായ എന്നൊരു കമന്റ് രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും. അതുകൊണ്ടൊരു കമന്റ് രേഖപ്പെടുത്തുവാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.